വിഴിഞ്ഞത്തേക്ക് വൻ വിദേശ നിക്ഷേപം അദാനിയുടെ 49% ഓഹരി വാങ്ങി MSE. 13,000 കോടി രൂപ MSE നിക്ഷേപിക്കും. 27,000 കോടിയാണ് ആകെ നിക്ഷേപം. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. അൻഫിൽറ്റ്, അദാനിയുമായി കൈകോർക്കുകയാണ് MSE. ശരിക്കും പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു വിദേശ നിക്ഷേപം എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായും ഗോപിക, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യയുടെ തന്നെ തുറമുഖങ്ങളിൽ വെച്ചിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. തുറമുഖ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാര മേഖല, അതായത് തുറമുഖ വ്യാപാര മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ വിദേശ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം MSE ഷിപ്പിംഗ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSEയുടെ ടെർമിനൽ വിഭാഗമായ ടിഎയിൽ 49% ഓഹരിയാണ്. അതായത് അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരിയാണ് ഇപ്പോൾ സ്വന്തമാക്കുന്നത്. ഇതിലൂടെ ഇന്ത്യ $2.85 ബില്യൺ, അതായത് 13,000 കോടി രൂപയാണ് നിക്ഷേപമാണ് ഇപ്പോൾ MSE ഷിപ്പിംഗ് കമ്പനി ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഇതിലൂടെ നിലവിലെ ഏറ്റവും വലിയ, അതായത് വിഴിഞ്ഞം പോർട്ടിന് ലഭിക്കാവുന്ന ചരക്ക് നീക്കം ഉൾപ്പെടെ അതിൻ്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ എങ്ങനെയാണ്, അതായത് ഈ 18 മാസം കഴിയുമ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം ഏത് രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ 10 മടങ്ങ് വേഗതയിലും കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് പോകാനാകുമെന്ന് ആണ് ഇത് ഈ വിദേശ നിക്ഷേപത്തിലൂടെ ലഭിക്കുന്നത്. ഇതിന്റെ കൃത്യമായി വിദേശ നിക്ഷേപത്തിന്റെ കണക്കുകൾ മുടക്കുകയാണെങ്കിൽ നിയമാനുസൃതമായി നിയമാവലി പ്രകാരം തന്നെയാകും ഇത് മുന്നോട്ട് പോവുക. അപ്പോൾ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോർട്ടിന്റെ തുടർന്ന് അങ്ങോട്ടുള്ള ചരക്ക് നീക്കവും മറ്റ് ട്രാൻസ്ഷിപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ വലിയ രീതിയിലൊരു കുതിച്ചുചാട്ടമാകും ഈ മേഖലയിൽ ഉണ്ടാവുക എന്ന് പറയുന്നു. അതായത് ഏറ്റവും വലിയൊരു വിദേശ നിക്ഷേപമാണ്. വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിൽ തന്നെയുള്ള ഷിപ്പിംഗ് മേഖലയിൽ ഏറ്റവും വലിയൊരു വിദേശ നിക്ഷേപമായി മാറുമ്പോൾ ഇതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് ഏത് രീതിയിലൊരു കുതിച്ചാട്ടമാണ് ഈ മേഖലയിൽ ഉണ്ടാവുക എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യ തുറമുഖ മേഖലയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ തുറമുഖ വ്യവസായവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കുതിച്ചാട്ടം ബജറ്റിൽ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ബജറ്റിൽ ആദ്യം അവതരിപ്പിക്കുന്ന യൂണിയൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് ബ്ലൂ ഇക്കണോമി ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ബ്ലൂ ഇക്കണോമിയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വികസനമാണ് മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രി തന്നെ ബജറ്റിൽ. അപ്പോൾ അതിനടിസ്ഥാനമായി ഈ രീതിയിൽ നമ്മുടെ ഷിപ്പിംഗ് മേഖലയിൽ, വിഴിഞ്ഞം തുറമുഖത്ത് ഷിപ്പിംഗ് മേഖലയിൽ അദാനി പോർട്സിന് ഈ രീതിയിൽ ഒരു വിദേശ നിക്ഷേപം കൂടി കടന്നു വരുന്നതോടുകൂടി വിദേശ നിക്ഷേപ മേഖലയിൽ അതിനപ്പുറത്തേക്ക് തുറമുഖ മേഖലയിൽ തന്നെ വലിയ രീതിയിലൊരു കുതിച്ചാട്ടം ഉണ്ടാകുന്നു. 49% ഓഹരിയും MSE ഷിപ്പിംഗിന്റെ ടെർമിനൽ വിഭാഗം ഏറ്റെടുക്കുന്നു. 49% ഓഹരിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിലൂടെ തന്നെയുള്ള വളർച്ചയ്ക്ക്, ഷിപ്പിംഗ് മേഖലയുടെ വളർച്ചയ്ക്ക്, വിഴിഞ്ഞം തുറമുഖത്തിന് മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിനും ഏറെ നാഴികക്കല്ലായി മാറുന്ന ഒരു ചുവടുവയ്പ് തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോപിക, ശരി. വിഴിഞ്ഞത്തേക്ക് വൻ വിദേശ നിക്ഷേപം അദാനിയുടെ 49% ഓഹരി വാങ്ങിയിരിക്കുകയാണ് MSE. അൺഫിൽറ്റാണ് വിവരങ്ങൾ നൽകിയത്.